ഹലോ എവരിവൺ. കേരള PSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചാനലിലൂടെ കേരള PSC പരീക്ഷകൾക്ക് ആവശ്യമായ ചരിത്രം, ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, സമകാലിക വിഷയങ്ങൾ, ശാസ്ത്രം, മാത്സ് തുടങ്ങിയവ ലളിതമായും വ്യക്തമായും പഠിക്കാം. ഡെയിലി കറണ്ട് അഫയേഴ്സ്, മോക്ക് ടെസ്റ്റുകൾ, മുൻവർഷ ചോദ്യങ്ങൾ, ഷോർട്ട് നോട്ടുകൾ, പരീക്ഷാ ടിപ്പുകൾ എന്നിവയും ഇവിടെ ലഭ്യമാകും. നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾക്കായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നോട്ട്സിനായി താഴെ തന്നിരിക്കുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ PYQ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് വീഡിയോയുടെ എൻഡിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് കേരളത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് കേരള ഭൂപ്രകൃതിയാണ്. അപ്പോൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളം 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? മലനാട്, ഇടനാട് ആൻഡ് തീരപ്രദേശം. ഇനി ഇത് ഈ ഭൂപ്രകൃതിയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കേരളത്തിന്റെ ഔട്ട്ലൈൻ ഒന്ന് നോക്കാം. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 1.18% അപ്പോൾ കേരളത്തിന്റെ വിസ്തീർണം 38,864 ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്ററുമാണ്. ഇനി കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. എന്നാൽ കേരളത്തിന്റെ തീരദേശത്തിന്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ കേരള PSCക്ക് അത് 580 ആണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അത് 590 കിലോമീറ്റർ ആണ്. പക്ഷെ 2025 ന്യൂ സർവേ പ്രകാരം അത് 600.15 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഇത് മൂന്നും അറിഞ്ഞിരിക്കണം. അപ്പോഴല്ലേ നമുക്ക് ഓപ്ഷനിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കേരളത്തിന്റെ അതിർത്തിയിലോട്ടൊന്ന് പോകാം. ഏത് അതിർത്തി എങ്ങനെ എടുത്താലും ഏത് മാപ്പ് എടുത്താലും നമ്മൾ മുകളിലത്തെ വശം ഉത്തര ദിശയായിരിക്കും, നോർത്ത്. അതിന്റെ വലതുവശം ഈസ്റ്റ് സൈഡ് ആയിരിക്കും. അതിന് പൂർവ്വം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്തും ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റും ആയിരിക്കുമല്ലോ. അത് വെച്ചിട്ട് നമുക്ക് മാപ്പിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കേരളം നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഉത്തര ദിശയിലുള്ളത് കർണാടകവും പൂർവ്വ ദിശയിലുള്ളത് തമിഴ്നാടും ദക്ഷിണ ദിശയിലുള്ളത് തമിഴ്നാടാണ്. എന്നാൽ കേരളത്തിന്റെ പശ്ചിമ ദിശയിലുള്ളത് ആരാ? അറബിക്കടലാണ് ഉള്ളത്. അപ്പോൾ ഈ മാപ്പ് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം കേരളത്തിന്റെ സൗത്ത് സൈഡും ഈസ്റ്റ് സൈഡും ഫുള്ള് തമിഴ്നാടാ അല്ലെ. അപ്പോൾ കേരളമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതായിരിക്കും? തമിഴ്നാടാണ്. കേരളത്തിന്റെ 9 ജില്ലകളുമായിട്ട് തമിഴ്നാട് അതിർത്തി പങ്കിടുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിയാലോ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്. അങ്ങനെ 9 ജില്ലകളായിട്ടാണ് തമിഴ്നാട് അതിർത്തിയുള്ളത്. ഇനി കർണാടക അതിർത്തിയുള്ള കേരളത്തിന്റെ ജില്ലകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, വയനാട് 2 സ്ഥലത്ത് വന്നിട്ടുണ്ട് അല്ലെ. കർണാടകയായിട്ട് അതിർത്തിയുണ്ട്, തമിഴ്നാടുമായിട്ട് അതിർത്തിയുണ്ട്. അതായത് ഇതിനെ ട്രൈ ജംഗ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. കേരളം, കർണാടക ആൻഡ് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്നത്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കും അതിലെ നൂൽപ്പുഴ പഞ്ചായത്തുമാണ് അതിർത്തി പങ്കിടുന്നത്. ഇനി കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ല നമുക്കെല്ലാവർക്കും അറിയാം, ഇടുക്കിയാണ്. കുറച്ചുനാൾ മുന്നേ വരെ അത് എറണാകുളമായിരുന്നു. ഇപ്പം എറണാകുളത്തിന്റെ കുട്ടമ്പുഴയിലെ കുറച്ച് വനമേഖല, കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുറച്ച് വനമേഖല അത് ഇടുക്കിയിലോട്ട് മാറി. അപ്പൊ അതിനുശേഷം ഇടുക്കിയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ല. ചെറിയ ജില്ല ഏതാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയാണ് ചെറിയ ജില്ല. ഇനി അന്തർ സംസ്ഥാന അതിർത്തി ഒന്നുമില്ലാത്ത ഡിസ്ട്രിക്ട് ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴയുണ്ട്, കോട്ടയമുണ്ട്, കോഴിക്കോടുണ്ട്. ഇനി മറ്റു ജില്ലകളാൽ കരബന്ധിതമായ ജില്ല എന്ന് പറയുന്നത് കോട്ടയാണല്ലേ. ഏതൊക്കെ ജില്ലകളായിട്ടാണ് കരബന്ധിതമായിട്ടുള്ളത്? ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി എന്നിങ്ങനെ 4 ജില്ലകളാൽ കരബന്ധിതമാണല്ലേ കോട്ടയം. കടൽ തീരമില്ലാത്ത ജില്ലയോ? അപ്പൊ ഉറപ്പായിട്ടും അവിടെ കോട്ടയം ഉണ്ടാവും. നമ്മളിപ്പോ പറഞ്ഞു 4 ജില്ലകളാൽ കരബന്ധിതമായ ഒരു ജില്ലയാണ് കോട്ടയം എന്ന്. അപ്പൊ അവിടെ കടൽ തീരമില്ല. ഇനി കേരളത്തിന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വലത് വശത്തുള്ള ജില്ലകളെല്ലാം കടൽ തീരമില്ലാത്ത ജില്ലകളായിരിക്കും. അപ്പൊ അത് ഏതൊക്കെയായിരിക്കും? പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്. അങ്ങനെ 5 ജില്ലകളാണ് കടൽ തീരമില്ലാത്ത ജില്ലകളായിട്ട് വരുന്നത്. ഇനി കേരളത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് മാഹി എന്ന് പറയുന്നത്. പുതുച്ചേരിയുടെ, അതായത് യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരിയുടെ കേന്ദ്രഭരണ പ്രദേശമാണ് മാഹി. ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കേരളത്തിന്റെ ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് മലനാട്, ഇടനാട്, തീരപ്രദേശം തുടങ്ങി കേരളത്തിന്റെ ഭൂപ്രകൃതി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി എന്ന് പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻസ്. ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളത്തിന്റെ വിസ്തീർണം? ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിന്റെ 1.18% ആണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. കേരളത്തിന്റെ വിസ്തീർണം എന്ന് 38,860
174 ചതുരശ്ര കിലോമീറ്റർ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ജില്ല. ലാൻഡ് ലോക്ക്ഡ് മീൻസ് കരബന്ധിതമായിട്ടുള്ള ജില്ല ഏതാണ്? ഏതാണ് വരുന്നത് ലാൻഡ് ലോക്ക്ഡ് ജില്ല? കോട്ടയാണല്ലേ. ദേ കിടക്കുന്നു കോട്ടയം. കോട്ടയം ഏതൊക്കെ ജില്ലകളാൽ കരബന്ധിതമാണ്? ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളാൽ കരബന്ധിതമാണ് അല്ലേ. ഇനി താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത, അതായത് കോസ്റ്റൽ ലൈൻ ഇല്ലാത്ത ജില്ല. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി തൃശ്ശൂർ. ഏതാ വരാ? ഓപ്ഷൻ ബി ആണല്ലേ, പത്തനംതിട്ട. നമ്മൾ പഠിച്ചു കടൽ തീരമില്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട എന്നുള്ളത്. പത്തനംതിട്ട മാത്രമല്ല, പത്തനംതിട്ട കൂടാണ്ട് കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളും കടൽ തീരമില്ലാത്ത ജില്ലകളാണ്. അപ്പൊ ഇന്നത്തേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.